15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ഓക്കെ, സിനിമയിലെ ഡയലോഗ് പോലെ പ്രഷർ കൂടുമ്പോൾ പ്രാന്താകുന്നത് ആർക്കാണ്? അത് വേണ്ട. എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ കുറെ പടങ്ങൾ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഡയലോഗ് കറക്റ്റായിട്ട് പറയുക, മുഖത്ത് ഭാവങ്ങൾ വരിക, ഭാവങ്ങൾ വരില്ല വേറെ കാര്യം. സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഞാൻ എത്ര ഇറിറ്റേറ്റ് ആയാലും ഞാൻ ഒരു പരിധി വരെ ഞാൻ ഒന്നും കാണിക്കാറില്ല. എൻ്റെ വൈഫിനോട് പറയാറുണ്ട്, ബാക്ക് ബോൺ ഇല്ലേ സൈജു, സൈജിലൊന്ന് പ്രതികരിച്ചു. എൻ്റെ വൈഫാണെങ്കിൽ എല്ലാത്തിനും പ്രതികരിക്കും. ആരെങ്കിലും ഹോൺ കൂടുതൽ പുറയുന്ന അടിച്ചാൽ അതിന് പ്രതികരിക്കും. രണ്ടുപേരും പ്രതികരിക്കാത്ത ആൾക്കാരാണെങ്കിലേ നമ്മളെ തലയിൽ കയറി ഇരിക്കല്ലേ. ഇതിപ്പോ എന്റെ വൈഫിനെ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. എന്റെ ഭാര്യ എങ്ങനെ അറിഞ്ഞ, എന്റെ ഡാഡി അറിഞ്ഞ. സ്വന്തം ഭാര്യയായിട്ട് ഈ ഭാര്യക്ക് എന്തൊക്കെ സിമിലാരിറ്റീസ് ആണ്? സിമിലാരിറ്റീസ് മോട്ടിവേറ്റർ ആണ്. എന്തായിരുന്നു അശ്വതി ശ്രീകാന്തിലേക്ക് എത്തപ്പെടാനുണ്ടായ ഒരു കാരണം? ശരിക്കും ഞാൻ അശ്വതിയുടെ അധികം വർക്കുകൾ കണ്ടിട്ടുള്ള മന്ദാഗിരി. അതുകൊണ്ട് എന്റെ ഭർത്താവ് ഇപ്പം ദുബായിലുള്ളത്. ഇവിടെ നാട്ടിൽ കുറച്ച് ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പറഞ്ഞു വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ല പോകുന്നില്ലേ, കാശ് വേണമല്ലോ ജീവിക്കാൻ. തീർച്ചയായിട്ടും വീണ ഇനി തുടരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് ചേട്ടാ. കഞ്ഞി കുടിക്കണ്ടേ? ഇന്നലെ ഇന്റർവ്യൂ നീ എന്തിനാടി 6 മാസമായിട്ടൊക്കെ വന്നേന്ന്. ഇതിന് ആര് ചോറ് കൊടുക്കും? 6 മാസമല്ലേ, 9 മാസമായാലും ചെയ്യാം. കേക്ക് 9ാമത്തെ പ്രസവത്തിന് തലേ ദിവസം വരെ പണിയെടുത്ത ആളല്ലേ? തലേദിവസം അല്ല, അത്രയും വേണ്ട, ഒരാഴ്ച മുന്നേ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഫ്ലാസ്ക് സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു സൈജു കുറുപ്പ്, സുരേഷ് കൃഷ്ണ, രാഹുൽ റിജി നായർ ആൻഡ് അശ്വതി ശ്രീകാന്ത്. വെൽക്കം ടു ദ ഷോ. ആക്ച്വലി ഞാൻ വിചാരിച്ചു ഫ്ലാസ്ക് എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ നിങ്ങൾ പ്രൊമോഷന്റെ ഭാഗമായിട്ടെങ്കിലും ഒരു ഫ്ലാസ്ക് ഒക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുമെന്ന്. അത്ര പോലും പൈസ മുടക്കാൻ തയ്യാറാകാതെ സിനിമയുടെ പ്രൊമോഷൻ നടത്തിയ നിങ്ങൾക്ക് ഇരിക്കട്ടെ വലിയൊരു കയ്യടിയും. ഇത് ഈ പ്രൊമോഷൻ ഇത് കണ്ടിട്ട് ആൾക്കാർ തിയേറ്ററിൽ കയറിയിട്ട് ഈ പടം ഒരു 3 ആഴ്ച മിനിമം ഓടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മള് വലിയൊരു ഫ്ലാസ്ക് സൈജേട്ടന്റെ പ്രത്യേകതയുണ്ട്. ഒരിടയ്ക്ക് നമ്മളിങ്ങനെ ധ്യാനസ്ഥരായിട്ട് കളിയാക്കുമായിരുന്നു, എല്ലാ ആഴ്ചയും കാണുന്ന സ്റ്റാർ ആണെന്ന് പറഞ്ഞുകൊണ്ട്. സൈജു ചേട്ടനാണ് ഭാഗ്യം വന്നിരിക്കുന്നത്. ഞാൻ എന്റെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ എടുത്തേക്കണ ഒരു 3 ആർട്ടിസ്റ്റുകളുടെ പേരെടുത്തു കഴിഞ്ഞാൽ സൈജു ഉണ്ട്. ചേട്ടന് ഒരു കുശുമ്പ് വന്നുണ്ടോ ഉള്ളിൽ എവിടെയൊക്കെയോ ചെറുതായിട്ട്? ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ ഒരു സിനിമ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ ഒരു പടത്തിലേക്ക് പോവുക, അത് എനിക്കിഷ്ടം. ചേട്ടന് നല്ല കാശിന്റെ ബാക്കപ്പ് ഉണ്ട്, ഫിനാൻഷ്യലി വെരി സൗണ്ട്. അപ്പൊ അത് ഒരു പ്രശ്നമല്ല. ചേട്ടന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം തോന്നുവാണെങ്കിൽ അപ്പൊ ഒരു പടം ചെയ്യുന്നു, റിലാക്സ് ചെയ്ത് ദുബായിലെ ടൂറ്, US ടൂറ്, UK ടൂറ്, അങ്ങനെ. അതൊന്നുമല്ല, അല്ല ഇവിടെ ഡേറ്റ് കൊടുത്തിട്ട് അതിനിടെ 2 ദിവസം പോയി അപ്പുറത്ത് പോയി അഭിനയിച്ചിട്ട് വരിക, ഇവിടെ വെയിറ്റിംഗ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെയിറ്റിംഗ്, ഇവിടെയും തെറി അവിടെയും തെറി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് അങ്ങനത്തെ ഒരു പരിപാടി താല്പര്യമില്ല. സുരേഷ് ചേട്ടൻ അപ്പൊ ഇപ്പൊ നമ്മള് സൈജു ചേട്ടന്റെ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയാലോ, എല്ലാ ആഴ്ച സിനിമയുണ്ട്, എല്ലാ മാസവും സിനിമ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചേട്ടാ അതൊക്കെ തമാശ കേട്ടോ. അങ്ങനെയൊക്കെ കിട്ടുന്ന തന്നെ വലിയ ഭാഗ്യം അല്ലേ? ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഭാര്യക്ക് ഈ ഭർത്താവ് അടിപൊളിയായിരുന്നു. അടിപൊളി ഭർത്താവായിരുന്നു. ആണോ? മൊത്തത്തില് സ്വന്തം ഭർത്താവായിട്ട് എന്തൊക്കെ സാമ്യങ്ങളാണ് തോന്നിയത്? സ്വന്തം അതിനകത്തൊരു സാമ്യം ഉള്ളതെന്ന് വെച്ചാല് എന്റെ ഭർത്താവ് ഇപ്പം ദുബായിലുള്ളത്. ഇവിടെ നാട്ടിൽ കുറച്ച് ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പറഞ്ഞു വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ല പോകുന്നില്ലേ, അപ്പൊ അല്ല കാശ് വേണമല്ലോ ജീവിക്കാൻ. തീർച്ചയായിട്ടും ഇതൊന്നും സ്ഥിരം പരിപാടിയല്ലോ. അങ്ങനെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോ ഈ പുള്ളിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പോണമെന്നൊന്നുമില്ല, പോലീസ് പണിക്ക് പോണമെന്നില്ല. ഇല്ല അല്ലേ? അങ്ങനെ വെക്കുമ്പോ ചില റിസംബ്ലൻസ് ഉണ്ട്. ഇതേ ചോദ്യം ഞാൻ ചേട്ടനോട് ചോദിക്കും, വളരെ ക്രിയേറ്റീവായി ഉത്തരം പറയൂ. സ്വന്തം ഭാര്യയായിട്ട് ഈ ഭാര്യക്ക് എന്തൊക്കെ സിമിലാരിറ്റീസ് ആണ്? സിമിലാരിറ്റീസ് മോട്ടിവേറ്റർ ആണ്. അതെ അതെ. ഞാൻ ഈ ജിമ്മിലൊക്കെ പോകാണ്ട് മടിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് ആൻ ആക്ടർ അത് ചെയ്യേണ്ടതാണ്. ഇപ്പം വലുതായിട്ട് തടി വെക്കാണ്ട് ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യണമല്ലോ. അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രീൻ വൈഫാണ് അശ്വതിയുടെ ക്യാരക്ടർ. പിന്നെ അതിനകത്ത് വേറൊരു സംഭവമുണ്ട്. അശ്വതിയുടെ ഒരു ഇമോഷണൽ സീൻ എടുക്കാൻ വേണ്ടി പോവാണ്. അത് ഞാൻ പറഞ്ഞോട്ടെ?
അപ്പോൾ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, അപ്പം ഇത് പോയതിന് ശേഷമുള്ളൊരു സീനാണ്. അപ്പം കുറച്ച് ഇമോഷണൽ ആവണമല്ലോ, ഇനിയിപ്പം ജീവനോടെ വരുമോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടാവുമല്ലോ. ആ ഉത്കണ്ഠയിൽ എങ്ങനെയാണ് വിഷമിച്ച് അഭിനയിക്കേണ്ടതെന്നുള്ളത് അശ്വതി എന്നോട് ചോദിച്ചു. അപ്പോൾ അശ്വതിയുടെ വിചാരം ഞാൻ കുറച്ച് പടങ്ങൾ കൂടുതൽ ചെയ്ത കാരണം ഞാൻ ഭയങ്കര ആക്ടർ എന്നുള്ളതായിരിക്കും പുള്ളിക്കാരത്തിൻ്റെ വിചാരം. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, ഞാൻ സാധാരണ സട്ടിലായിട്ട് വലിയ ആക്ടേഴ്സൊക്കെ പറയുന്ന പോലെ ഞാൻ വന്നപ്പോൾ ഒരു എയർ പിടിച്ച് ഞാൻ പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഓർക്ക്. അപ്പോൾ ആ ഒരു ഇമോഷൻ അപ്പോൾ അശ്വതി പറയണേ സ്വന്തം ഭർത്താവിനാണെങ്കിൽ കൊണ്ടുപോകട്ടെ അവര് തന്നെ അവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തിരിച്ചു കൊണ്ടുവരുമെന്നല്ലേ? ആര് കൊണ്ടുവരും തിരിച്ചു കൊടുത്തു? എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആ കാര്യത്തില്. അല്ല, അങ്ങനെ എങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം വൈഫ് ക്രിട്ടിസൈസ് ചെയ്യാറുള്ള ഒരു കാര്യം എന്താണ്? അതായത് ഇപ്പൊ എക്സ്പ്രഷൻ വരുന്നില്ലെന്നാണോ, കഥാപാത്രം തിരഞ്ഞെടുക്കുന്നത് ശരിയല്ലെന്നാണോ, കഥ തിരഞ്ഞെടുക്കുന്നത് ശരിയല്ലെന്നാണോ, എന്താണ് ഏറ്റവും അധികം കേട്ടത്? ഇതെല്ലാം പറയുമായിരുന്നു പണ്ട്. ഇപ്പം കുറെ നാളായിട്ട് പറയുന്നില്ല, എന്ന് വെച്ചാൽ ഞാനൊരു അവസരം കൊടുക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ പണ്ട് ഞാൻ ഒരുപാട് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ അവസരം കൊടുത്തിരുന്നു. വെച്ചാല് ഇപ്പം എനിക്കും വേണ്ടിയിരുന്നത് എക്സ്പീരിയൻസ് ആണ് അഭിനയിച്ചിട്ടുള്ള. ഞാനൊരു ബോൺ നടനൊന്നുമല്ല. അപ്പൊ അത് കാരണം ഞാൻ വരുന്ന സിനിമകളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി നമ്മൾ ഇത് സേഫ് ആവണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി ചെയ്തിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡയലോഗ് പറയുക എന്നുള്ളത് മാത്രം ആയിരുന്നു എൻ്റെ ലക്ഷ്യം. അത് അവിടെ എക്സ്പ്രഷൻ എന്താണ് സംവിധായകൻ പറയുന്നത്, ഇതൊരു സീൻ വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുകയല്ല. ഡയറക്ടറോട് ഞാൻ ചോദിക്കുക ഇത് ചിരിച്ചുകൊണ്ടാണോ പറയേണ്ടത്, ചിരിക്കേണ്ടാണോ പറയേണ്ടത്, ഈ രീതിയായിരുന്നു എൻ്റെ. നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് സൈജു ഒരു കാര്യം ചെയ്ത് കരിയറായിട്ട് സൈജു ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിങ് ക്ലാസ്സിൽ പോയിട്ട് അഭിനയം പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുമ്പോ ചേട്ടന് ഉള്ളിനുള്ളിൽ ദേഷ്യം വരാറുണ്ടോ അതോ പ്രകടിപ്പിക്കാറുണ്ടോ? ഇപ്പൊ നമ്മള് ഇപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ നല്ല എനിക്ക് ദേഷ്യം വന്നാൽ പ്രകടിപ്പിക്കാറുണ്ട്. അല്ല, ദേഷ്യം ഈ കാര്യത്തിൽ അങ്ങനെ പ്രകടിപ്പിച്ചിട്ടില്ല, പക്ഷെ പല കാര്യത്തിലും പ്രകടിപ്പിക്കാറുണ്ട്. എൻ്റെ വൈഫിനോട് പറയാറുണ്ട്, ഇടയ്ക്ക് പറയും ബാക്ക് ബോൺ ഇല്ലേ സൈജു, സൈജു ഒന്ന് പ്രതികരിച്ചു. എൻ്റെ വൈഫാണെങ്കിൽ എല്ലാത്തിനും പ്രതികരിക്കും. ആരെങ്കിലും ഹോൺ കൂടുതൽ പുറകിൽ അടിച്ചാൽ അതിന് പ്രതികരിക്കും. അപ്പൊ ഇത്രയും പ്രതികരണ ശേഷിയുള്ള ഒരു ഭാര്യയുടെ ഭർത്താവാണ് ഞാൻ. തീരെ പ്രതികരണമില്ല. ചേട്ടാ എന്റെ വീട്ടിൽ ഇതെന്നെ സംഭവം എന്താന്ന് എനിക്കറിയാൻ മേല. ഒരു പ്രതികരണം ഇല്ലാത്ത ഭർത്താവും അമിത പ്രതികരണമുള്ള ഭാര്യയും. എങ്ങനെ പലപ്പോഴും ഞാൻ ആലോചിക്കും എങ്ങനെ 6 വർഷം ഞാൻ തള്ളി നീക്കിയെന്ന് പറയട്ടെ. 20 വർഷത്തെ എക്സ്പീരിയൻസ്. ആക്ച്വലി അങ്ങനെയാണ് ആവേണ്ടത്. ഇതിപ്പോ രണ്ടുപേരും പ്രതികരിക്കാത്ത ആൾക്കാരാണെങ്കിലേ നമ്മുടെ തലയിൽ കയറി ഇരിക്കുമല്ലോ. ഇതിപ്പോ എന്റെ വൈഫിനെ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അതുകൊണ്ട് എന്റെ തലയിൽ കയറുന്നില്ല ആൾക്കാർ കൂടുതൽ. എന്റെ ഭാര്യ അറിയാവുന്നവർ എന്റെ തലയിൽ കയറില്ല. എന്റെ ഭാര്യ എങ്ങനെ അറിഞ്ഞ, എന്റെ ഡാഡി അറിഞ്ഞ. അശ്വതി ശ്രീകാന്ത് എങ്ങനെയുള്ള ഭാര്യയാണ്? പ്രതികരിക്കുന്ന ഭാര്യയാണോ അതോ മൈൻഡ് ചെയ്യാത്ത ഭാര്യയാണോ? ഞാൻ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ പ്രതികരിക്കാത്ത കൂട്ടത്തിലാണ്. വെരി ബാഡ്. അതിനും കൂടെ എന്റെ ഭർത്താവ് പ്രതികരിച്ചു. പുള്ളിയുടെ പ്രതികരണം നിർത്തണമെന്ന് ഇപ്പൊ നമുക്ക് വിട് 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 പോട്ടെ. ഡ്രൈവ് ചെയ്യുമ്പോ ആണെങ്കിലും ഒരു ജനറൽ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് നടക്കും, ഒക്കെ അത് പോട്ടെ 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 അത് വിട്ടരെ എടി പറയട്ടെ, പറഞ്ഞാലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ലൈനാണ് അവിടെ. അല്ല, വീണ ഇനി തുടരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് ചേട്ടാ. കഞ്ഞി കുടിക്കണ്ടേ? ഇതല്ല, ഇത് തുടരാനല്ല, അഭിനയം തുടരാൻ. അതാ പറഞ്ഞേ, ഇതെല്ലാം പരിപാടി കൊണ്ടുപോകണ്ടേ? കഞ്ഞി കുടിക്കണം, കൊച്ചിനെ നോക്കണം, എന്തൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ കൊണ്ടുപോയേ പറ്റുള്ളൂ. ഇന്നലെ ഇന്റർവ്യൂ നീ എന്തിനാടി 6 മാസമായിട്ടൊക്കെ വന്നേന്ന്, ഇതിന് ആര് ചോറ് കൊടുക്കും? അതുകൊണ്ടോ 6 മാസമല്ല, 9 മാസമായാലും ചെയ്യാം. കേക്ക് 9ാമത്തെ പ്രസവത്തിന് തലേ ദിവസം വരെ പണിയെടുത്ത ആളല്ലേ? തലേദിവസം അല്ല, അത്രയും വേണ്ട, ഒരാഴ്ച മുന്നേ. ഓക്കെ, അങ്ങനെ നമ്മുടെ സിനിമയുടെ പേര് ഫ്ലാസ്ക് എന്നായതുകൊണ്ട് ഞാൻ കുറച്ച് വളരെ വളരെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് അതെ ഫ്ലാസ്ക് ക്വസ്റ്റ്യൻസും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാ ഞാൻ ഇരിക്കണില്ലേ. ഏറ്റവും നന്നായിട്ട് അതിന്റെ ക്രിയേറ്റീവായ ആൻസർ പറയുന്നവർക്ക് പോകാൻ നേരത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് വന്ന് വിടുന്നതായിരിക്കും. ഫ്ലാസ്ക് അല്ല, ഒരു കുപ്പി 1 ലിറ്റർ വെള്ളം. ഓക്കെ അല്ലേ? നിങ്ങൾ ഫ്ലാസ്ക്. ഓക്കെ, ജീവിതത്തിൽ ഫ്ലാസ്ക് കൊണ്ട് ഏറ്റവും അധികം ഉപകാരം ഉണ്ടായത് എപ്പോൾ? ആർക്ക് വേണേലും ആൻസർ പറയാം, ഇന്ന ആളെന്നൊന്നുമില്ല. ഫ്ലാസ്ക് കൊണ്ട് എനിക്ക് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് ഉപകാരം ഉണ്ടായി. എൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നെയായിരുന്നു ഫ്ലാസ്ക്. ഞാൻ ആക്ച്വലി എല്ലാ സിനിമയിലും എന്തെങ്കിലും ഒരു സാധനം എൻ്റെ പ്രോപ്പർട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ഇപ്പം ജയമഹേന്ദ്രൻ ഞങ്ങൾ ചെയ്തപ്പോഴത്തേക്കും സ്ഥിരമായിട്ട് എൻ്റെ പോക്കറ്റിൽ വൈറ്റ് ഷർട്ടാണ്, ട്രാൻസ്പെറൻറ്റ് കുറച്ച് ഒരു 50 രൂപയുടെ നോട്ട് എപ്പോഴും എൻ്റെ കയ്യിൽ കാണുമായിരുന്നു. ആ 50 രൂപ
ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 50 രൂപ കൊടുത്തു കേട്ടോ. ആർട്ടുകാർക്ക് ഞാൻ കൊടുത്തു. പ്രത്യേകം പറയണം കേട്ടോ. അത് സഹിച്ചപ്പോൾ കൊണ്ടുപോയെന്നല്ല. അത് ശരി. അതെൻ്റെ ഓഫീസ് ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് സെക്കൻഡ് സീസൺ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഈ നോട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യും. അതേപോലെ ആട് 2-ൽ അറക്കലവ് കിട്ടിയ താവീസ് പോലത്തെ ഒരു സാധനമില്ല, ഗ്രീൻ കളറിലെ ഇത്. അപ്പോൾ അത് എൻ്റെ ഓഫീസിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിന് ഞാൻ 3rd ആടിൽ അറക്കലവുമായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്ക് ഞാൻ അത് കെട്ടാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ ഫ്ലാസ്ക് ഞാൻ അങ്ങനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ഫ്ലാസ്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകാൻ ഓറഞ്ച് അല്ല, പച്ച, ലൈറ്റ് പച്ച. പക്ഷെ ഒരു സീനിൽ നമുക്കത് പൊട്ടിക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം പിന്നെ അത് കാര്യമില്ല. അപ്പോൾ ആ ഒരു ആത്മബോധം എനിക്ക് ആ ഫ്ലാസ്കിനോടുണ്ട്. അത് ഒരുപാട് ഉപകാരം ചെയ്തു ആക്ച്വലി അങ്ങനെ നോക്കുവാണെങ്കിൽ. ചേട്ടൻ അങ്ങനെ നിമിത്തങ്ങളോടൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവച്ചാൽ നല്ല ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ സിനിമകളെല്ലാം അടിപൊളി സിനിമകളായിരുന്നു. അതെ അതെ അതെ. അല്ല, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ചില പടങ്ങൾ ഓടിയിട്ടില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു. സാധനം പ്രോപ്പർട്ടി എന്താന്ന് അറിയോ? സിനിമ ഞങ്ങൾ ആലോചിച്ചോളാം. ഇപ്പം നമ്മുടെ സാധനം സഹിച്ചോണ്ട് ഓഫീസിൽ പോയാൽ പലരും 150 പടത്തിൽ സാധനം ഇരുമ്പോ. അതെ 155 അല്ലേ ചേട്ടാ? 155 അല്ലേ? അങ്ങനെ എന്തോ പറയണ കേട്ടു നിങ്ങളുടെ ഒരു വീഡിയോയില്. അതാണ് എത്ര സിനിമയോ അതെ ഓരോ മാസം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഒരു കുശുമ്പും ഇല്ലെന്ന് പറയും. എന്നോട് ഡബിൾ റോൾ ചെയ്യലെന്ന് പറഞ്ഞ ആളാ. ആദ്യം നീ ഒരു കഥാപാത്രം നന്നായിട്ട് ഫ്ലാസ്ക് എന്ന സിനിമയ്ക്ക് പേരിട്ടപ്പോ മോനെ കൊള്ള സംവിധായക എന്ന് പറഞ്ഞ ഇതിൽ ആരാണ്? എനിക്ക് ആദ്യം പറഞ്ഞ സുരേഷ് ശർമ്മ. അതെ, ചേട്ടൻ ആദ്യം പറഞ്ഞ സത്യം. സുരേഷ് ചേട്ടനാണ് പേര്. അന്ന് ഈ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞ നീ എപ്പോഴാ സിനിമ തുടങ്ങുന്നെങ്കിലും കുഴപ്പമില്ല, നീ ടൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ആണോ? അതെന്താ ചേട്ടൻ അത്രമാത്രം എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നിയത്? ഫ്ലാസ്കിന്റെ പേരും ഇഷ്ടപ്പെട്ടു എനിക്ക്. മാത്രമല്ല ഈ ഫ്ലാസ്കിന്റെ അർത്ഥം ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഫ്ലാസ്ക് ഇട്ടിരിക്കുന്നത് അതൊരു സംഭവം. അത് രാഹുൽ പറഞ്ഞപ്പോഴാണ് കൂടുതൽ എനിക്ക് ഈ കഥ അതാണ്. അപ്പൊ ഇതിലപ്പുറം വേറെ ടൈറ്റിൽ ഇല്ല. അതെന്താ ചേട്ടാ ഇങ്ങനെ ഇവരൊക്കെ ഇത്ര സസ്പെൻസ് ഇല്ല, അങ്ങനൊന്നുമില്ല. ഈ സുരേഷ് ഏട്ടൻ ഒരു ജഡ്ജിയായിട്ടാണ് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ PSO ആയിട്ടാണ് സഹിച്ചേട്ടന്റെ ക്യാരക്ടർ. അപ്പൊ ഈ PSO ആയിട്ട് ജോലി ചെയ്യുന്ന പോലീസുകാരെ ഡിപ്പാർട്ട്മെന്റിനകത്ത് കളിയാക്കി വിളിക്കുന്ന പേരാ ഫ്ലാസ്ക്. അങ്ങനൊരു അപ്പൊ അത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പോലീസുകാരൻ ഇതുപോലൊരു ജഡ്ജിന്റെ കൂടെ അദ്ദേഹം ജഡ്ജ് റിട്ടയർ ആയപ്പോൾ എഴുതിയൊരു അനുഭവക്കുറിപ്പ് വായിച്ചിട്ടുണ്ട്. ഞാനൊരു ഫ്ലാസ്ക് ആണ്, ഞാൻ ആദ്യം അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അന്നാണ് ഞാനും ഇങ്ങനെ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. പിന്നെ ഈ PSO ആയിട്ട് ജോലി ചെയ്യുന്ന പലരെയും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഇതിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം ഈ വിളിപ്പേര് അവർക്ക് ശരിക്കും അതേ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. കാരണം അവരുടെ ജോലി ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള, രാത്രി ലൈറ്റ് ഓഫ് ആവുന്നവരാണ് ഡ്യൂട്ടി ടൈം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ ബുദ്ധിമുട്ടുകളുള്ള ജോലിയാണ്. പക്ഷെ അവർക്ക് ഇതൊരു സുഖജോലിയായിട്ടാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പലരും അവരെ കളിയാക്കാൻ വേണ്ടിയൊക്കെ പറയുന്നത്. അപ്പൊ അവരുടെ തന്നെ അതേ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. ഈ ക്യാരക്ടറിന്റെയും ആ ഐഡന്റിറ്റി ക്രൈസിസ് സിനിമയിലുണ്ട്. ഈ സിനിമയിൽ സഹിച്ചേട്ടൻ രണ്ടിടത്ത് സഹിച്ചേട്ടൻ്റെ അതേ ശബ്ദത്തിൽ ശാസ്ത്രീയ സംഗീതം പാടും. രണ്ടിടത്ത് പാട്ട് പാടുന്നുണ്ടെന്ന് പറ. ശാസ്ത്രീയ മറ്റേ സ്വരങ്ങള് ഒരു ഗായകരുണ്ടോ? ഇല്ല. AI സ്വരങ്ങൾ പഠിച്ചു പാടി. അത് പഠിച്ചു പാടി. ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷം സുരേഷ് ഏട്ടൻ രാഹുലിനോട് പറയാ, ഇനിയിപ്പം നിനക്ക് ഇയാളെ വെച്ച് ശങ്കരാഭരണം 2 എടുക്കാനോ? അത്രയും വലിയ ഏറ്റവും. ഈ ഫ്ലാസ്ക് സിനിമ നടക്കുമ്പോൾ 2 ചെറിയ പെൺകുട്ടികളുടെ അമ്മ എഴുന്ന നിലയിൽ കിട്ടുന്നില്ല അങ്ങോട്ട് വാക്കുകളൊന്നും. എനിക്ക് മനസ്സിലാവും, ശ്വാസം കിട്ടില്ല, ഞാൻ ഗർഭിണിയാണേ. അപ്പൊ എങ്ങനെയാണ് ഈ സമയം മാനേജ് ചെയ്തത്? അയ്യോ, ഞാനിതിന് അധികം നേരം ഒന്നും ഇല്ല. ഇല്ലേ? പക്ഷെ ട്രെയിലർ ഒക്കെ നോക്കുമ്പോണ്ടല്ലോ എനിക്ക് അങ്ങനെയല്ല, ഉള്ളതൊക്കെ ഇവർ ട്രെയിലർ കാണിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോ സീൻ എവിടെയെന്ന് ചോദിക്കരുത്, അതൊക്കെ ഞങ്ങൾ ട്രെയിലർ കാണിക്കും. അതെ പറഞ്ഞില്ലായിരുന്നോ എന്നെ സിനിമയിലേക്ക് വിളിക്കുന്ന കൊള്ളാൻ, പക്ഷേ എനിക്ക് കുറച്ച് അധികം നേരം റോള് തരണമെന്ന് പ്രത്യേകം പറഞ്ഞില്ല. അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ ഡിമാൻഡ് ഒന്നുള്ള ആർട്ടിസ്റ്റ് അല്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം നോക്കുന്നത് നല്ല ടീമാണോ, വർക്ക് ചെയ്യാൻ നല്ല ടീമാണോ എന്നുള്ളത് ഞാൻ ആദ്യം നോക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ കൊച്ചിയുടെ പരിസര പ്രദേശങ്ങളിലാണോ ഷൂട്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രയോറിറ്റി ഉള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ആദ്യം രാഹുൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ജയ് മഹേന്ദ്രൻ കണ്ടിട്ടാണ് ഈ ഒരു വിളി വരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ആ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി, അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നു. എന്തായിരുന്നു അശ്വതി ശ്രീകാന്തിലേക്ക് എത്തപ്പെടാനുണ്ടായ ഒരു കാരണം? ശരിക്കും ഞാൻ അശ്വതിയുടെ അധികം വർക്കുകൾ കണ്ടിട്ടില്ല. മന്ദാകിനി അതുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും ഒരു
റാൻഡം ആയിട്ട് അതിനുവേണ്ടി കാസ്റ്റിംഗ് നടക്കുന്ന സമയം അശ്വതിയുടെ ഒരു റീല് കണ്ടു, ഇൻസ്റ്റാഗ്രാം റീല്. ഇത് അറിഞ്ഞായിരുന്നു അശ്വതി ചേച്ചി? അതാ. എന്നെ എന്തുകൊണ്ടിട്ടാ വിളിച്ചത് ഞാൻ ചോദിക്കാൻ പോയില്ല. അപ്പം അത് കണ്ട് അപ്പം ഞങ്ങൾക്ക് ഇതൊരു ഹ്യൂമർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ സൈചേട്ടനായിട്ട് അശ്വതി അവരുടെ കോമ്പിനേഷനിലൊന്നും വന്നിട്ടില്ല. അത് ഇച്ചിരി ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഒരു നല്ല പരിപാടിയാണ് പടത്തില്. നമ്മുടെ പ്രതീക്ഷേനേക്കാൾ കൂടുതൽ തന്നോ അതോ പ്രതീക്ഷേനൊപ്പം തന്നോ? അയ്യോ ഭയങ്കര കൂടുതലായിരുന്നു. നമ്മൾ കുറച്ച് മാത്രം മതി. ഓക്കെ, സിനിമയിലെ ഡയലോഗ് പോലെ ടെൻഷൻ കൂടുമ്പോൾ അല്ല പ്രഷർ കൂടുമ്പോൾ പ്രാന്താകുന്നത് ആർക്കാണ് നിങ്ങളിൽ 4 പേർക്ക്? എനിക്ക് അങ്ങനെ ചില്ലാണോ ബേസിക്കലി? ആണോ? അങ്ങനെ പ്രഷർ ഒന്നും എടുക്കാത്ത ഒരാളാണോ? പ്രഷർ എടുക്കും, പക്ഷെ അത് എൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും, ഞാനത് പുറത്ത് കാണിക്കാറില്ല. പക്ഷേ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഷൂട്ടിങ്ങിലൊന്നും അങ്ങനെ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ടെൻഷൻ എടുത്തിട്ടുള്ള ഒരു സിനിമ സെറ്റ് ഏതാണ് ചേട്ടാ? അത് വേണ്ട. എന്റെ ആദ്യ കാലഘട്ടത്തിലെ കുറെ പടങ്ങൾ എനിക്ക് ഒരു രീതിയിലും അഭിനയം അറിയില്ലായിരുന്നു. അപ്പം അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഇത് ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഡയലോഗ് കറക്റ്റ് ആയിട്ട് പറയുക, മുഖത്ത് ഭാവങ്ങൾ വരിക, മുഖത്ത് ഭാവങ്ങൾ വരില്ല അത് വേറെ കാര്യം, പക്ഷെ ഡയലോഗ് കറക്റ്റ് ആയിട്ട് പറയുക എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ തന്നിട്ടുണ്ട്. സുരേഷ് ചേട്ടന്റെ ഏറ്റവും വലിയ ക്രിട്ടിക് ആരാ? സുരേഷ് ചേട്ടാ ചെയ്തത് ശരിയായില്ല എന്ന് ധൈര്യമായി മുഖത്ത് നോക്കി പറയാറുള്ള ആള്, ഒരടി തന്നാൽ തീർന്നു പോകാനുള്ള അല്ലേ ഉള്ളൂ ഒരുപാടുപെട്ട എല്ലാവരും. മോനായിരിക്കും. മോൻ ഈ ഫീൽഡിൽ ഭയങ്കര ടേസ്റ്റുള്ള ഒരാളാണ്. അവൻ എല്ലാ ലാംഗ്വേജുള്ള സിനിമയും കാണുന്ന ഒരാളാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു തന്നെ പറയും, അതല്ലെങ്കിൽ ഇല്ല എന്നുള്ള പച്ചയ്ക്ക് തുറന്നു പറയും. ഫസ്റ്റ് ഡേ കാണാൻ പോയി കഴിഞ്ഞാൽ കൃത്യം പറയും ഇത് ഓടാൻ പാടാണെന്ന് പറയും. അങ്ങനത്തെ ഒരാളാണ്. അതാ ശരിയായിരിക്കും. അങ്ങനെ മകന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? മറ്റേത് ചോദിച്ചാൽ പറയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട്. ഇല്ല, ഇപ്പൊ ഇവിടെ ചിലപ്പോ അല്ലല്ല ഇവിടെ ചിലപ്പോ അധികം തിയേറ്ററിൽ ഓടാത്ത സിനിമകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അവന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. എന്നാലും പറയും അവനത് പടം ബെസ്റ്റാണ്, പക്ഷെ ഇതിന് കളക്ഷൻ അത്ര അധികം വരാൻ വഴിയില്ല, അല്ലെങ്കിൽ ഇത് മിക്കവാറും OTT വരുമ്പോഴത്തേക്കായിരിക്കും ഇതിന് കിട്ടാൻ പോകുന്ന റെസ്പോൺസ് ഇങ്ങനെയായിരിക്കും. അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഏതായാലും ജൂലൈ 18-ന് ഫ്ലാസ്ക് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നായകൻ എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? പ്രേക്ഷകരോട് ഇത് വേറെ പ്ലാറ്റ്ഫോംസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ ഇത് ക്ലീഷയാണ് നമ്മൾ അല്ലേ പ്രേക്ഷകരോട് പറയുന്ന എല്ലാ പടത്തിലും നമ്മൾ ഇത് തന്നെയാണ് പറയണത്. പക്ഷേ നമ്മുടെ ആഗ്രഹമാണ്, ഭയങ്കര ആഗ്രഹമാണ് ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണുക എന്നുള്ളത്. ഒരു പടം തിയേറ്ററിൽ നിന്ന് പോയ ശേഷം പിന്നീട് മറ്റേ ഇതിൽ വന്ന ശേഷം TV വന്ന OTT വന്ന ശേഷം കണ്ടിട്ട് അയ്യോ ഞങ്ങൾക്ക് മിസ്സായി പോയി, നല്ല സിനിമയായിരുന്നു കേട്ടോ എന്ന് പറയാൻ നമുക്ക് ഭയങ്കര വിഷമവും അവരോട് ദേഷ്യം വരാറുണ്ട്. ഇത് സിനിമ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള ആൾക്കാരിൽ ഒരാളായിരിക്കണം. സിനിമ കാണാൻ അവസരമുണ്ട്. ഇപ്പം എനിക്കൊരിക്കലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് OTT പ്ലാറ്റ്ഫോമിൽ സിനിമ വീട്ടിലിരുന്ന് എനിക്ക് ഇതൊരു എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്. എൻ്റെ വീട്ടിലൊക്കെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിലും കാരണം വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ വീടാണത്, നമുക്ക് നമ്മുടെ മൈൻഡിൽ വേറെ പല കാര്യങ്ങളും അതെനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര മോശം സിനിമയാണെങ്കിലും അത് തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ അതിന് വേറൊരു സുഖമുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ സിനിമ ഓടുക എന്നുള്ളത് മാത്രമാണ് ഒരു സിനിമയുടെ ടെക്നീഷ്യനാണെങ്കിലും ആർട്ടിസ്റ്റിനാണെങ്കിലും കിട്ടുന്ന ഏറ്റവും റെസ്പോൺസ് എന്ന് പറയുന്നത് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കയ്യടികളും ചിരിയും അവരുടെ അഭിപ്രായങ്ങളുമാണ്. ജൂലൈ 18-ന് ഫ്ലാസ്ക് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തീർച്ചയായും എല്ലാവരും തിയേറ്ററിലേക്ക് എത്തട്ടെ, സിനിമ കാണട്ടെ, വൻ വിജയമാകട്ടെ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇനിയും വരും, 9-ാം മാസം വരെ വരും. 3 മാസം ബാക്കിയുണ്ട്. 3 മാസമൊന്നും ഇല്ല, കഞ്ഞി കൊടുക്കട്ടെ. സൈജു ഈ 3 മാസത്തിൽ എന്തായാലും 3 വരും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ചേട്ടാ. കൈ നിറയെ സിനിമകൾ ഉണ്ടാവട്ടെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇഷ്ടമല്ല പിക്ക് ചെയ്ത് എടുത്തോട്ടെ, കുഴപ്പമില്ല. ഒരുപാട് EMIs ഒന്നും ഇല്ല. UK US. താങ്ക് യു സോ മച്ച്. താങ്ക് യു.